Hi and welcome to the new video. In this video, I'll be discussing about discrete time Fourier transform and condition for existence of discrete time Fourier transform. This discrete time Fourier transform is also called DTFT. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഓൾറെഡി എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ് എന്തിനാണ് ഫോറിയർ ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഫോറിയർ ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇതൊരു പീരിയോഡിക് സീക്വൻസിൻ്റെ കേസിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാം. പിന്നെ അത് ഡിസ്ക്രീറ്റ് ടൈമാണ്, സോ എൻ ഡൊമെയിൻ ആണ്. സോ സേ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീക്വൻസ് എക്സ് ഓഫ് എൻ ആണെന്ന് വിചാരിക്കുക. ഈ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് സീക്വൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇവിടെ എൻ ഡൊമെയിനിൽ നിന്ന് ഇതിനെ മാറ്റി വേറെ ഡൊമെയിനായ ഒമേഗ ഡൊമെയിനിലേക്ക്, കോംപ്ലക്സ് ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് ആണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, എൻ ടു ഒമേഗ മാപ്പിംഗ് ആണ് ഈ ട്രാൻസ്ഫോം വഴി നടക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ ഇക്വേഷൻ ആണ് റെപ്രസെൻറ്റ് ചെയ്യുക എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞൊരു സീക്വൻസിൻ്റെ ആണ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ, അല്ലെങ്കിൽ സെയിം തന്നെ നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം എക്സ് ഓഫ് ജെ ഒമേഗ. ഇ റേസ് ടു എന്ന് എഴുതണമെന്നില്ല, ജസ്റ്റ് എക്സ് ഓഫ് ജെ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ സിഗ്നൽ എക്സ് ഓഫ് എൻ, a periodic signal x of n is defined as x of e raised to j omega or x of j omega equal to summation over n equal to minus infinity to infinity x of n e raised to minus j omega n. Okay, അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഓർ സിംപ്ലി DTFT, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഓർ DTFT. ഓക്കെ, അതാണ് DTFTയുടെ ഡെഫിനേഷൻ ഇക്വേഷൻ. ഇപ്പോൾ DTFT പഠിക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ഇൻവേഴ്സ് ആക്ച്വൽ സീക്വൻസ് കിട്ടാനുള്ള ഇക്വേഷൻ കൂടി നമ്മളവിടെ ഓർത്ത് വയ്ക്കാം. എക്സ് ഓഫ് എൻ ഈസ് ഗിവൺ ബൈ 1/2 ഇൻറ്റഗ്രൽ ഓവർ എ പീരീഡ് ഓഫ് -π to π എക്സ് ഓഫ് ജെ ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ ആൻഡ് ഡി ഒമേഗ. ജസ്റ്റ് മൈനസ് കളഞ്ഞാൽ മതി. ഇ റേസ് ടു ജെ ഒമേഗ ആൻഡ് ഡി ഒമേഗ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും, എക്സ് ഓഫിനും എക്സ് ഓഫ് ജെ ഒമേഗ. പിന്നെ ഇത് സമ്മേഷൻ അല്ല ഇൻറ്റഗ്രേഷൻ ആണ് എന്നുള്ളതാണ് ഡിഫറൻസ് വരുന്നത്. എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1/2 ഇൻറ്റഗ്രൽ ഓവർ -π to π എക്സ് ഓഫ് ജെ ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ ആൻഡ് ഡി ഒമേഗ. പിന്നെ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെഫിനിഷൻ ഇക്വേഷൻ ആണ്. ഇത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരെണ്ണത്തിന് സിമിലർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ കേസിൽ നമ്മൾ സെഡ് ട്രാൻസ്ഫോം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സെഡ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സേ എക്സ് ഓഫ് സെഡ് എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സമ്മേഷൻ ഓവർ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സെഡ് റേസ് ടു മൈനസ് എൻ ആയിരുന്നു. ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് സെയിം ആണ്. ഓവർ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് ഓഫ് എൻ. ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. എന്തിൻ്റെ അവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ? പവർ എൻ തന്നെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഉള്ളിൽ നിൽക്കുന്നതിൻ്റെ ഒരു ചേഞ്ച് മാത്രമാണ് അവിടെ വരുന്നുള്ളൂ. അതിൽ നമ്മൾ രണ്ടും കൂടി കമ്പയർ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇതിൽ നിന്ന് സെഡിൻ്റെ സ്ഥലത്ത് എന്ത് നിൽക്കുകയാണ്? ഇ റേസ് ടു ജെ ഒമേഗ. ഓക്കെ, സോ സെഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സെഡ് ട്രാൻസ്ഫോം കണ്ടിട്ട് അതിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? സെഡിന് ഇ റേസ് ടു ജെ ഒമേഗ. അതാണ് ഇത് തമ്മിലുള്ള റിലേഷൻ വരുന്നത്. സെഡ് ട്രാൻസ്ഫോമും DTFTയും തമ്മിലുള്ള റിലേഷൻ. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ജനറൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ, അതായത് നമ്മൾ DTFT എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ക്യാൻ ബി obtained from x of z by substituting z equal to e raised to j omega. അപ്പോൾ ഇത് അവിടെ നിന്ന് ഒരു റിലേഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഓർത്ത് വയ്ക്കാം. അതായത് ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരെ ഈ ഒരു ഇതിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, സെഡ് ട്രാൻസ്ഫോം എളുപ്പമാണെങ്കിൽ സിമ്പിളായിട്ട് സെഡ് ട്രാൻസ്ഫോം ചെയ്തിട്ട്, എന്തായാലും ഡിസ്ക്രീറ്റ് സീക്വൻസ് തന്നെയാണല്ലോ, സെഡ് ട്രാൻസ്ഫോം ചെയ്തിട്ട് അവസാനം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സെഡ് എന്നുള്ളിടത്തൊക്കെ ഇ റേസ് ടു ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന മെത്തേഡുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞതാണ്. നിർബന്ധമൊന്നുമില്ല. ഈ മെത്തേഡും അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല. ഈ ചിലർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെഡ് ട്രാൻസ്ഫോം വൃത്തിക്ക് അറിയാമെങ്കിൽ സെഡ് ട്രാൻസ്ഫോം കാണുക, ഫൈനലി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ കുഴപ്പം ഒന്നും ഉള്ളതല്ല. ഓക്കെ,
ഇനി ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ അതായത് ഈ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ കാണിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സോ ജനറലി ഈ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്നാണ് ഉപയോഗിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ജസ്റ്റ് എക്സ് ഓഫ് ജെ ഒമേഗ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ തൽക്കാലം എക്സ് ഓഫ് ജെ ഒമേഗ എന്നാണ് ഉപയോഗിക്കുന്നത്. ദിസ് എക്സ് ഓഫ് ജെ ഒമേഗ ഈസ് വാട്ട് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ്, അതിനെ എഫ് ഓഫ് എന്ന് എഴുതാം, എഫ് ഓഫ് എക്സ് ഓഫ് എൻ. ഈ രീതിക്ക് വേണമെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം വല്ല പ്രോപ്പർട്ടീസ് ഒക്കെ പറയുന്ന സമയത്ത്. അതേപോലെ ഇൻവേഴ്സിനെ എക്സ് ഓഫ് എൻ ആണല്ലോ ഇൻവേഴ്സ്, അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഫോറിയർ ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് ജെ ഒമേഗ. ഈ രീതിക്ക് നമുക്ക് റെപ്രസെന്റേഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത്രയാണ് ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. Discrete time Fourier transform of a signal, a periodic signal x of n is given by x of e raised to j omega or x of j omega equal to summation over n equal to minus infinity to infinity x of n e raised to minus j omega n, which is called DTFT. And the inverse Fourier transform, inverse discrete time Fourier transform is given by x of n equal to 1 by 2 pi integration minus pi to pi x of j omega e raised to j omega and d omega, and this is called the inverse discrete time Fourier transform or IDTFT. And the relation between Z transform and Fourier transform is given like x of e raised to omega equal to x of z provided z equal to e raised to j omega. Okay, അപ്പോൾ ഇതിലും ഒരു ട്രാൻസ്ഫോം ആണ്, അതും എല്ലാ കേസിലും എക്സിസ്റ്റ് ചെയ്യില്ല. അതിനൊരു കണ്ടീഷൻ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ട്. എക്സിസ്റ്റൻസ് ഓഫ് DTFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DTFT does not exist for every aperiodic sequence. A sufficient condition for the existence of DTFT of an aperiodic signal is this infinite summation, that is summation n equal to minus infinity to infinity. Modulus of x of n should be a finite value, that is should be less than infinity. That is if the sequence x of n is absolutely summable, then DTFT exists. So ഈ ഇൻഫിനിറ്റ് സം, ഇതിൻ്റെ absolute value, modulus വാല്യൂവിൻ്റെ ഇൻഫിനിറ്റ് സമ്മ് എന്തായിരിക്കണം, ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം, സമ്മബിൾ ആയിരിക്കണം, നമുക്ക് കൂട്ടാൻ പറ്റണം, ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യരുത്. അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ ചില കേസിൽ ചിലപ്പോൾ നമ്മൾ സിഗ്നൽ തന്നിട്ടുള്ള സിഗ്നൽ അതിൻ്റെ ആബ്സൊല്യൂട്ട് വാല്യൂ എടുത്ത് നമ്മൾ ഇൻഫൈനൈറ്റ് സം കണ്ടു കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല, DTFT എക്സിസ്റ്റ് ചെയ്യില്ല. അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ എക്സാമ്പിൾസിൽ ചിലപ്പോൾ എന്ത് വരാം, ഇങ്ങനത്തെ ഇൻഫൈനൈറ്റ് ഇൻഫിനൈറ്റ് സമ്മ് എടുത്തു കഴിഞ്ഞാൽ ആബ്സൊല്യൂട്ട് വാല്യൂ ചിലപ്പോൾ ഇൻഫിനൈറ്റ് ആവുന്ന പോകുന്ന സീക്വൻസുകളും ഉണ്ടാവും. അപ്പോൾ അധികം കേസിലും അങ്ങനെ ഉണ്ടാവില്ല, എന്നാലും പ്രയർ ആയിട്ട് വരാം. സോ ജസ്റ്റ് അതും കൂടി ഒന്ന് കൺഫേം ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇതാണ് ഇതിൻ്റെ എക്സിസ്റ്റൻസിലുള്ള കണ്ടീഷൻ. ആബ്സൊല്യൂട്ട് വാല്യൂ ഇൻഫൈനൈറ്റ് സമ്മ് എടുത്താൽ ഷുഡ് ബി എ ഫൈനൈറ്റ് വാല്യൂ. ഓക്കെ.